ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ പൊന്നു മോനെ, അമ്മായിക്ക് ഒരു കാര്യമുള്ളൂ. ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചു പോയാ പിന്നെ അതിനുവേണ്ടി ശബ്ദം ഉണ്ടാക്കിയും ബഹളം വെക്കുകയും കരയും ഒക്കെ ചെയ്യും. പക്ഷേ നടക്കില്ല എന്ന് കണ്ടാ പിന്നെ വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിക്കും. അത്ര തന്നെ. അമ്മായി പേടിക്കണ്ട. എന്റെ വിവാഹം എത്ര ആർഭാടമായിട്ട് ഇവിടെ നടക്കുന്നോ അതിനേക്കാൾ ആർഭാടമായിട്ട് കീർത്തിയുടെ വിവാഹം നമുക്ക് നടത്താം. നീ വന്നേ. എഞ്ചിൻ അങ്ങോട്ട് പോയപ്പോ കമ്പാർട്ട്മെന്റിന് പുറകെ പോകാനുള്ള തിടുക്കത്തിലല്ലേ? പിന്നെ കമ്പാർട്ട്മെന്റും പോയിട്ട് വയ്ക്കോ. എന്താ ചെയ്യ? സാറ് വന്നേ, എത്ര പെട്ടെന്ന് റെഡിയാവന്നേ. വന്നേന്ന്. അമ്മേ, ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. അലങ്കാരങ്ങളൊക്കെ കാണുമ്പോ പേടിയാവണമേ. എന്റെ കണക്കുകൂട്ടല് ശരിയാണെങ്കില് ഒന്നും പേടിക്കേണ്ടതില്ല. എന്താ എല്ലാവരുടെ ഒരു ഉത്സാഹം. മിക്കവാറും ഈ ഹൽദി ചടങ്ങ് നടക്കുന്ന സമയത്ത് തന്നെ ഗാദി പാമ്പ് കൊത്താനുള്ള സാധ്യതയുണ്ട്. നിർമ്മലേ, അതിലൊരു കുഴപ്പമുണ്ട്. സത്യത്തിൽ ഈ ഹൽദി ചടങ്ങെന്ന് പറയുന്നത് നമ്മുടെ ചടങ്ങല്ലല്ലോ. അപ്പോ ഈ നോർത്ത് ഇന്ത്യക്കാരുടെ ചടങ്ങുകൾ നമ്മൾ ചെയ്യുമ്പോ നമ്മുടെ പാമ്പ് ഒന്ന് കൊത്തുവോ? വിട്ടിത്തൊന്നും പറയില്ലേ ഉദയേട്ടാ. ഏത് ഭാഗത്ത് വന്ന ആചാരമായാലും സംഗതി കല്യാണത്തിന് മുമ്പുള്ള ചടങ്ങ് തന്നെയല്ലേ? എന്റെ ദൈവമേ, ഹൽദി ചടങ്ങ് തീരുന്നതിന് മുമ്പ് തന്നെ അവളുടെ വീഴ്ച ഒന്ന് കണ്ടാ മതിയായിരുന്നു. ഗാദിക്ക് ഇന്ന് സർപ്പദംശനയേറ്റ ഇന്ന് തന്നെ ഞങ്ങൾ തമ്മിലുള്ള ചടങ്ങ് നടത്തി തരുമേ? അയ്യോ, ഇത്രക്ക് ക്രൂരതയൊന്നും പറയില്ല എന്റെ മോളെ. ഒരു മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 16 അടി ദൂരം കഴിയുന്നവരെങ്കിലും നമ്മൾ കാത്തിരിക്കണേടി. ദേ, എല്ലാവരും മനസ്സുരുകി അങ്ങോട്ട് പ്രാർത്ഥിച്ചോ. ഈ ചടങ്ങ് നമുക്ക് കെങ്കേമമാക്കണം. കെങ്കേമമാക്കണം.